أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. കാരുണ്യവാനായ നാഥൻ്റെ അനുഗ്രഹത്താൽ നന്മകൾ പെയ്തുറങ്ങുന്ന പരിശുദ്ധ റമളാനിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൂർവകാല സമൂഹങ്ങളെ അപേക്ഷിച്ച് ആയുസ് വളരെ കുറവുള്ള സമുദായമാണ് ഉമ്മത്ത് മുഹമ്മദിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1000, 900, 950 വർഷക്കാലവും ഒക്കെ ജീവിച്ച് പ്രബോധനം നടത്തുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊരുത്തത്തോടെ ജീവിക്കുകയും ചെയ്ത നിരവധി ആളുകൾ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. 1000 വർഷക്കാലം ജീവിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തവരും കേവലം 60-ൻ്റെയും 70-ൻ്റെയും ഇടയിൽ പ്രായം കൽപ്പിക്കപ്പെട്ടവരുമായ ഉമ്മത്ത് മുഹമ്മദിയ ശരാശരി പ്രായം ഈ 1000 വർഷം ജീവിച്ച് സുഹൃത്തുക്കൾ ചെയ്തു പോയവരോടൊപ്പം എത്താൻ എന്തുണ്ട് മാർഗം? ന്യായമായും അള്ളാഹു സുബ്ഹാനഹു വ തആല 1000 മാസങ്ങളെക്കാൾ പവിത്രത കൽപ്പിച്ച ഒരു രാവ് കൊണ്ടാണ് പരിശുദ്ധമായ റമളാൻ അനുഗ്രഹീതമാക്കിയത്. നിരവധി പ്രത്യേകതകൾ പരിശുദ്ധമായ റമളാനിലുണ്ട്. ചെയ്യുന്ന അമലുകൾക്ക് കണക്കല്ലാത്ത ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഒരു ഫർളിന് നിരവധി ഫർളുകളുടെ പ്രതിഫലവും ഒരു സുന്നത്തിന് ഒരു ഫർളിൻ്റെ പ്രതിഫലവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കണക്കമറ്റ നിലയുള്ള പ്രതിഫലവും അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന നന്മകൾ വിളയിപ്പിക്കാൻ മാത്രം പാകമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വസന്തമാണ് പരിശുദ്ധ റമളാൻ. റമളാനിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നിർബന്ധിത കർമ്മങ്ങളായ നിസ്കാരം, അതുപോലെ നോമ്പ്, സക്കാത്ത്, സ്വതക്ക തുടങ്ങി നമ്മൾ ചെയ്തു പോകുന്ന എല്ലാ നന്മകളും ഇരട്ടിയായി 10 മടങ്ങായി നമുക്ക് പ്രതിഫലം നൽകപ്പെടുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ വളരെ പവിത്രമായ ഒരു ആരാധനാ കർമ്മമാണ് മുസ്ലിങ്ങൾ ഹജ്ജ് പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യൽ നിർബന്ധമായ ഉംറ. മക്കയിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ വഴികളും തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരോഗ്യവും സമ്പത്തും സമയവും അവന് അനുയോജ്യമായി കഴിഞ്ഞാൽ വഴിയും അവന് അനുയോജ്യമായി കഴിഞ്ഞാൽ നിർവഹിക്കേണ്ട ഒരു കർമ്മമാണത്. പരിശുദ്ധ റമളാനിലെ ഉംറയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഫഖദ് സബത മിൻ ഹദീസ് അബീ മഅഖൽ റളിയല്ലാഹു അൻഹു അന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഉംറത്തു ഫീ റമളാന തഅദിലു ഹജ്ജ. പ്രവാചകന്റെ വചനം എന്താ? റമളാനിലെ ഒരു ഉംറ അത് ഹജ്ജിന് സമമാണ് എന്ന് അഹ്മദ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും തഅദിലു ഹജ്ജത മഇ, എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണെന്നും കാണാൻ സാധിക്കുന്നു. ഹജ്ജ് എന്ന ഫർള് ചെയ്ത പ്രതിഫലമല്ല, പക്ഷേ ഹജ്ജിൻ്റെ സമാനമായ പ്രതിഫലം അത് ലഭിക്കുമെന്നാണ് അതിന് വ്യാഖ്യാനം. സമയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അവൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് ഇമാം ഇബ്നു ജൗസി റഹ്മഹുല്ലാഹു തആല ഈ വിഷയവുമായി സംബന്ധിച്ച് പറയുന്നു. അൻസ്വാറുകളിൽപ്പെട്ട ഒരു സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ മനഅക അൻ തഹജ്ജീന മഅന, പ്രിയ സഹോദരി നിനക്ക് എന്നോടൊപ്പം ഹജ്ജ് ചെയ്യാൻ എന്താണ് തടസ്സം? സഹോദരി പറയുന്നു, എനിക്ക് 2 ഒട്ടകമുണ്ട്, അത് അബുവലതും അതിൻ്റെ മകനും കൊണ്ടുപോയി ഹജ്ജിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നിന് തീറ്റ കൊടുക്കാനും വെള്ളം നൽകാനും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഹജ്ജ് ചെയ്യാൻ സാധ്യമല്ല. ഇത് പറഞ്ഞപ്പോൾ ഹബീബായ പ്രവാചകൻ ആ വിഷമം മനസ്സിലാക്കിയ സഹോദരിയോട് പറയുന്നു, ഫൈദാ കാന റമളാന അഅ്തമരി ഫീഹി ഫഇന്ന ഉംറത ഫീ റമളാന ഹജ്ജത. റമളാൻ ആഗതമായാൽ നീ ഒരു ഉംറ ചെയ്യൂ, ഉംറക്ക് ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ടെന്ന് ബുഖാരി, മുസ്ലിം. ഇവിടെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീയുടെ നഷ്ടപ്പെട്ടു പോയ ഹജ്ജിൻ്റെ പ്രതിഫലത്തിലേക്ക് വഴി നടത്തുന്ന ഒരു സംഭവമാണ് ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കുന്നത്. പുരുഷന്മാർ പ്രതിഫലാർഹമായ നിരവധി കവാടങ്ങളിലൂടെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു, യുദ്ധം സമരം പോലത്തെ. എന്നാൽ സ്ത്രീകൾക്കും യുദ്ധമുണ്ട്, രക്തച്ചൊരിച്ചിലില്ലാത്ത. ഫഅൻ ആയിഷ റളിയല്ലാഹു അൻഹു ഖാലത്ത് യാ റസൂലല്ലാഹ് ഹൽ അലൻ നിസാഇ മിൻ ജിഹാദ് ഫഖാല ലഹാ നഅം അലൈഹിന്ന ജിഹാദുൻ ലാ ഖിതാല ഫീ. ഐഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റസൂലിനോട് ചോദിച്ചു, പ്രവാചകരെ സ്ത്രീകളുടെ മേൽ വല്ല ജിഹാദുമുണ്ടോ, യുദ്ധവുമുണ്ടോ? റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഉണ്ടല്ലോ, ജിഹാദുൽ ലാ ഖിതാല ഫീഹി, രക്തച്ചൊരിച്ചിലില്ലാത്ത തരത്തിലുള്ളൊരു യുദ്ധമുണ്ട്. ഏതാണ് ആ യുദ്ധം? അൽ ഹജ്ജ് വൽ ഉംറ.
അഹ്മദ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉംറയും ഹജ്ജും ഒക്കെ വളരെ പവിത്രമായ ആരാധനയാണ്. പരിശുദ്ധ റമളാനിലാകുമ്പോൾ പ്രവാചകൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലെങ്കിൽ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ടെന്ന് വാഗ്ദാനമുണ്ട്. ഇത് നസ്വായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് ഹജ്ജിന് സമാനമായി ഒരു 3-ലധികം ദിവസം ഇഹ്റാമിലായി കഴിച്ചുകൂട്ടി ഹജ്ജിൻ്റെ പരിപൂർണമായ നിബന്ധനകളിൽ ഒതുങ്ങി നിന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ചെയ്യുന്ന എല്ലാ ത്യാഗങ്ങൾക്കും തുല്യമായി ഏതാനും മീഖാത്തിൽ നിന്ന് ഇഹ്റാം കെട്ടി 5-6 മണിക്കൂർ അവൻ ഇഹ്റാമിലായി പ്രവേശിച്ച് പരിശുദ്ധ കഅബയിൽ ചെന്ന് തവാഫ് ചെയ്ത് സഫാ മർവയ്ക്കിടയിൽ നടന്നു തീർന്ന് അവൻ തഹല്ലുലാകുന്നതോടുകൂടി നിർവഹിക്കപ്പെടുന്ന ആ ചെറിയ ഉംറയ്ക്ക് ആ വലിയ ഹജ്ജിൻ്റെ പ്രതിഫലമാണ് ഹബീബായ പ്രവാചകൻ വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധ റമളാനിലെ ഒരു ഉംറ അത് പ്രവാസ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖകരമായ ഒന്നാണ്. നാട്ടിൽ നിന്ന് ഭീമമായ സംഖ്യ മുടക്കി അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വരുന്നതിനപ്പുറം പ്രവാസ ലോകത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവർക്ക് ജോലിക്ക് തടസ്സമല്ലാത്ത തരത്തിൽ തന്നെ ലീവ് എടുത്ത് പോയി പലപ്പോഴായി നിർവഹിക്കാൻ കഴിയുന്ന പ്രതിഫലാർഹമായ നല്ലൊരു ഇബാദത്താണ് ഉംറ. അത് പരിശുദ്ധ റമളാനിലാകുമ്പോൾ ഹജ്ജിന് തുല്യമാണെന്നും ഹബീബായ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ സത്യവിശ്വാസികളെ ഈ അസുലഭ നിമിഷം നമ്മൾ ഒരിക്കലും പാഴാക്കേണ്ടതില്ല. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമാ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉംറ ചെയ്യണം. ഓരോ ഉംറകൾക്കിടയിൽ നമ്മൾ നിർവഹിക്കുന്ന പാപങ്ങൾ അല്ലാഹു മറ്റൊരു ഉംറ കൊണ്ട് പൊറുക്കപ്പെടുമെന്നാണ് പരിശുദ്ധമായ ഹദീസ് ഷരീഫ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തബഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. ഹജ്ജിന്റെ ഉംറയുടെ ഇടയിൽ നിങ്ങൾ ഒരു നിത്യത ഉണ്ടാക്കണം, നിങ്ങൾ തുടർത്തണമെന്ന്. കാരണം ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ. ഹജ്ജും ഉംറയും സാധിക്കുന്ന തരത്തിൽ നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യവും നിങ്ങളുടെ ദോഷവും അത് ഇല്ലാതെയാക്കും. കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദ് വദ്ദഹബി വൽ ഫില്ല. സ്വർണം, വെള്ളി, ഇരുമ്പ്, സ്റ്റീൽ പോലത്തവയിൽ നിന്ന് അതിൻ്റെ അഴുക്കുകളും കറകളും എങ്ങനെ ശുദ്ധിയാക്കി അതിനെ പച്ചരമാറ്റാക്കി മാറ്റുന്നുവോ എന്നതുപോലെ എന്ന് തിരുമതി ഹദീസ് ചെയ്ത ഉറപ്പിടൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഹജ്ജും ഉംറയും ഇടക്കിടയ്ക്ക് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് വളരെ പ്രതിഫലാർഹവും ദാരിദ്ര്യം നീങ്ങിപ്പോവാനും ഐശ്വര്യം നിലനിൽക്കുവാനും ശർഈയായ കാരണമാണെന്ന് പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധ റമളാനിലെ ഉംറയ്ക്ക് ഹജ്ജിന്റെ പ്രതിഫലവുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലാർഹമായ എല്ലാ കർമ്മങ്ങളും ക്രോഡീകരിച്ച ഒരു റമളാനാക്കി നമ്മുടെ പരിശുദ്ധ റമളാൻ അല്ലാഹു മാറ്റി തെരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين.